പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ മാന്ത്രിക പുല്ലാങ്കുഴൽ ഉള്ള ഒരു വിചിത്ര പൈപ്പർ ഉണ്ടായിരുന്നു. മനുഷ്യനെയും മൃഗങ്ങളെയും അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിയുമായിരുന്നു. പൈപ്പർ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിനെ അവർ പിന്തുടരുമായിരുന്നു. പൈഡ് പൈപ്പറിനെ പോലെ നമ്മളുടെ ഇടയിലും ചില ആളുകൾക്ക് കാന്തത്തിന്റെ അദൃശ്യമായ ശക്തിയുണ്ട്. രചയിതാക്കൾ ജോൺ സി മാക്സ്വെല്ലും ലെസ് പാരോട്ടും ഇതിൽ വിദഗ്ധരാണ്. 25 Ways to Win with People എന്ന പുസ്തകം വ്യക്തിഗത ബന്ധങ്ങളെ വളർത്തിയെടുക്കാൻ പഠിപ്പിക്കുന്ന 25 രഹസ്യങ്ങളുടെ ഒരു കൂട്ടാണ്. മനുഷ്യ മനസ്സിനെ വിജയിക്കാൻ പഠിപ്പിക്കുന്ന ഈ ആശയങ്ങൾ മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ സാധ്യമാവും. 1. ആരോഗ്യകരമായ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ. 2. സ്വയം വിജയിക്കാനും മോശ സാഹചര്യങ്ങളിൽ പോലും വിജയിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും. 3. നേതൃത്വ സവിശേഷതകളും വ്യക്തിത്വ വികസനവും വർദ്ധിപ്പിക്കാൻ. എല്ലാ ആശയങ്ങളും മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ അമർത്തുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടി. വരൂ തുടങ്ങാം. പാഠം 1. സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. നിങ്ങളുമായി ആരംഭിക്കുക. ഒരിക്കൽ രചയിതാവിന്റെ കൂട്ടുകാരൻ ഗാരി സ്മോളി ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ഇത് ചെയ്തു. 10,000 പ്രേക്ഷകർക്ക് മുമ്പാകെ ഒരു $50 ബിൽ കാണിച്ച് ആർക്കാണ് ഇത് ആവശ്യം എന്ന് അവരോട് ചോദിച്ചു. എല്ലായിടത്തും കൈകൾ പൊങ്ങി തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് നിങ്ങളിൽ ഒരാൾക്ക് നൽകും, പക്ഷെ ആദ്യം ഞാൻ ഇത് ചെയ്യും. എന്നിട്ട് അദ്ദേഹം കൈകൾ കൊണ്ട് ആ ബില്ലിനെ ചുരുട്ടി. എന്നിട്ട് ചോദിച്ചു, ഇനിയും ആർക്കിത് വേണം? അതേ കൈകൾ പിന്നെയും പൊങ്ങി. പിന്നീട് അദ്ദേഹം ഷൂ കൊണ്ട് ആ ബിൽ തറയിലിട്ട് ചവിട്ടി അത് അഴുക്കാക്കി. ആ ചുരുണ്ട് അഴുക്ക് പുരണ്ട ബിൽ കയ്യിലെടുത്ത് ചോദിച്ചു, ഇനിയും ആർക്ക് ഇത് വേണം? വീണ്ടും കൈകൾ ഉയർന്നു. ഗാരി പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ പാഠം പഠിച്ചു. ഞാൻ ഇത് എന്ത് ചെയ്താലും നിങ്ങൾക്കിത് വേണം. കാരണം എത്ര അഴുക്കായാലും ഈ $50 ബില്ലിന്റെ വില കുറയുന്നില്ല. അതുപോലെ നമ്മുടെ തെറ്റായ തീരുമാനങ്ങളും അല്ലെങ്കിൽ മോശമായ സാഹചര്യങ്ങളും കാരണം പലതവണ നാം വീഴുകയും അഴുക്കാവുകയും ചെയ്യുന്നു. പക്ഷേ മനുഷ്യർ എന്ന നിലയിൽ നമ്മുടെ മൂല്യം നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുക. ചക്ക് വെപ്നർ ഒരിക്കലും ഈ പാഠം പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ബിയോണ്ട് ബ്ലീഡർ എന്ന് വിളിപ്പേരുണ്ടായിരുന്നു. ബോക്സിംഗ് ലോകത്ത് അദ്ദേഹത്തെ ഒരു ക്യാച്ചർ എന്ന് വിളിച്ചിരുന്നു. അതായത് മറ്റുള്ളവരുടെ പഞ്ച് തടയാൻ അദ്ദേഹം തല ഉപയോഗിച്ചിരുന്നു. ഒരിക്കൽ വെപ്നറിന് ഏറ്റവും വലിയ മുഹമ്മദ് അലിയെ റിംഗിൽ നേരിടേണ്ടി വന്നു. പോരാട്ടത്തിൽ വെറും 19 സെക്കൻഡ് മാത്രം ശേഷിക്കെ അലി ഒരു സാങ്കേതിക നോക്കൌട്ട് നേടി. 9ാം റൗണ്ടിൽ ഒരു മഹത്തായ നിമിഷം ഉണ്ടായിരുന്നു. അലിയെ വെപ്നർ നെഞ്ചിൽ തട്ടി അലി വീണിരുന്നു. താൻ ജയിച്ചു എന്ന് കരുതി വെപ്നർ തന്റെ ട്രെയിനർ ആൽ ബ്രേവർമാനോട് പറഞ്ഞു, കാർ സ്റ്റാർട്ട് ചെയ്യൂ, നമുക്ക് ബാങ്കിൽ പോകാം, നമ്മൾ കോടീശ്വരന്മാരായി. ആൽ പറഞ്ഞു, തിരിഞ്ഞു നോക്കുന്നത് നല്ലതാ, അയാൾ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ഒടുവിൽ വെപ്നർ പരാജയപ്പെട്ടു. ഒരു എഴുത്തുകാരൻ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് പെട്ടെന്ന് എന്തോ ബോധിച്ചു. താ കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു. അതിനാൽ അദ്ദേഹം വീട്ടിൽ പോയി എഴുതി തുടങ്ങി. 3 ദിവസം തുടർച്ചയായി എഴുതി. അതായിരുന്നു നടനും എഴുത്തുകാരനും ആയ സിൽവസ്റ്റർ സ്റ്റാലോൺ ഓസ്കർ അവാർഡ് നേടിയ സിനിമ റോക്കിയുടെ ജനനത്തെക്കുറിച്ച് ജെയിംസ് ലിപ്റ്റനോട് ആക്ടേഴ്സ് സ്റ്റുഡിയോയ്ക്കുള്ളിൽ വിവരിച്ചു. ചലച്ചിത്ര സ്റ്റുഡിയോ തന്റെ തിരക്കഥയ്ക്ക് അവിശ്വസനീയമായ $400,000 വാഗ്ദാനം ചെയ്തു. പക്ഷേ സ്റ്റാലോൺ അത് നിരസിച്ചു. പകരം $20,000 റോക്കിയുടെ കഥാപാത്രം വഹിക്കാനുള്ള അവകാശവും നടന്റെ മിനിമം വേതനം ആഴ്ചയിൽ $300 തുച്ഛമായ തുകയും സ്റ്റാലോൺ സമ്മതിച്ചു. വെപ്നറുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള സിനിമ ആയതിനാൽ സ്റ്റുഡിയോ വെപ്നറിന് ഒരു ഓഫർ നൽകി. അദ്ദേഹത്തിന് $70,000 അല്ലെങ്കിൽ സിനിമയുടെ മൊത്തം ലാഭത്തിന്റെ 1% ഫ്ലാറ്റ് ഫീസ് ലഭിക്കും. ഇതൊരു ഗ്യാരണ്ടീഡ് പേയ്മെന്റ്
ഡിസപ്പോയിന്റ് ആയതിനാൽ വെബ്നർ $70,000 തീരുമാനമെടുത്തു. ഇത് അദ്ദേഹത്തിന് $8 ദശലക്ഷം നഷ്ടമുണ്ടാക്കി. വെബ്നർ ഇപ്പോൾ ബെയോണിൽ താമസിക്കുന്നു, എന്നിട്ട് ഒരു മദ്യവിൽപ്പനശാലയിൽ ഗുമസ്തനായി ജോലി ചെയ്യുന്നു. ചക്ക് വെബ്നർ ഒരിക്കലും തന്റെ മൂല്യം തിരിച്ചറിഞ്ഞില്ല, അത് വർദ്ധിപ്പിച്ചുമില്ല. നിങ്ങളാണ് ഏറ്റവും വലിയ മൂല്യം. അതിനാൽ രചയിതാവ് പറയുന്നു, ഒരു വ്യക്തിയെ വാഗ്ദാനം ചെയ്യാൻ നിങ്ങൾക്ക് വലിയ മൂല്യം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആളുകളുമായി വിജയിക്കുകയില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വലിയ സ്വത്ത്. പാഠം 2, The 30-second Rule. വളരെ മൂല്യവത്തായ പാഠമാണിത്. ഇതിന്റെ അർത്ഥം, ഒരു സംഭാഷണത്തിന്റെ ആദ്യ 30 സെക്കൻഡിനുള്ളിൽ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും പറയുക. വിൻസ് ലൊംബാർഡി ഗ്രീൻ ബേ പാക്കേഴ്സ് പ്രോ ഫുട്ബോൾ ടീമിന്റെ പ്രശസ്ത പരിശീലകനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം നിരവധി തവണ ബോൾ തടയുന്നതിൽ പരാജയപ്പെട്ട ഒരു കളിക്കാരനെ വഴക്കു പറഞ്ഞു. പരിശീലനത്തിന് ശേഷം കളിക്കാരൻ തന്റെ ലോക്കറിനടുത്ത് നിരാശനായി ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. ലൊംബാർഡി ആ കളിക്കാരന്റെ മുടിയെ തലോടി തോളിൽ തട്ടി പറഞ്ഞു, വരും ദിവസങ്ങളിൽ നിങ്ങൾ NFL-ലെ ഏറ്റവും മികച്ച ഡിഫൻസ് ആയി മാറും. ആ കളിക്കാരൻ മറ്റാരുമല്ല, ജെറി ക്രാമർ ആയിരുന്നു. ലൊംബാർഡി നൽകിയ പ്രചോദനം വലിയ സ്വാധീനം ചെലുത്തി. എന്നിട്ട് ജെറി ക്രാമർ NFL-ലെ ഗ്രീൻ പാക്കേഴ്സ് ഹാൾ ഓഫ് ഫെയിമിലും ടീം ഓഫ് ഓൾ ടൈം അങ്ങനെ രണ്ടിലും അംഗമായി. സൈക്കോളജിസ്റ്റ് ഹെൻറി എച്ച് ഗോഡാർഡ് എർഗോഗ്രാഫോ എന്ന ഉപകരണം ഉപയോഗിച്ച് കുട്ടികളുടെ ഉയർന്ന ഊർജ്ജനിലയെക്കുറിച്ച് ഒരു പഠനം നടത്തി. കുട്ടികൾ തളരുമ്പോൾ പ്രോത്സാഹന വാക്കുകൾ പറയുക. അപ്പോൾ എർഗോഗ്രാഫോ അവരിൽ ഊർജ്ജവർദ്ധന കാണിക്കുന്നു. എന്നാൽ അവരെ വിമർശിച്ചപ്പോൾ അത് കുറഞ്ഞ ഊർജ്ജനില കാണിച്ചു. നമ്മൾക്ക് എല്ലാവർക്കും കാലാകാലങ്ങളിൽ പ്രചോദനം ആവശ്യമാണ്. ഓരോ വ്യക്തിക്കും നിങ്ങൾ ഈ ഫസ്റ്റ് ക്ലാസ് ചികിത്സ നൽകുക. അവർക്ക് നിങ്ങളുടെ ശ്രദ്ധ, അഭിനന്ദനവും സ്ഥിരീകരണവും നൽകുക. പാഠം 3, ലെറ്റ് പീപ്പിൾ നോ യു നീഡ് ദം. ആളുകൾ അറിയട്ടെ നിങ്ങൾക്ക് അവരെ ആവശ്യമാണെന്ന്. രചയിതാവ് ജോൺ പറയുന്നു, മറ്റുള്ളവർ വിലപ്പെട്ടതാണെന്ന് അവരെ തോന്നിപ്പിക്കാൻ ഒരു നല്ല മാർഗമാണ് സഹായം ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പുതിയ സ്ഥലത്ത് വഴി ചോദിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ സഹായിക്കുന്നതിന് അവരുടെ ജോലി നിർത്തും. നല്ല നേതാക്കൾ ആളുകളെ കാര്യങ്ങളുടെ അനിവാര്യ ഭാഗമാണെന്ന് കരുതുന്നു. അവർ ഒരു അനുബന്ധം മാത്രം അല്ല. രചയിതാവ് ജോൺ പറയുന്നു, ആളുകളെ ഒരു ടീമിന്റെ അംഗമാകുന്നതിന്റെ രഹസ്യം അവരുടെ ആവശ്യം ഉണ്ടെന്ന് അവരെ തോന്നിപ്പിക്കുന്നതാണ്. ആളുകൾക്ക് അവരുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ അവർ കൂടുതൽ ഉൽപാദനക്ഷമവും സർഗാത്മകവും ആവുന്നു. പാഠം 4, ക്രിയേറ്റ് എ മെമ്മറി ആൻഡ് വിസിറ്റ് ഇറ്റ് ഓഫൻ. ഒരു മെമ്മറി സൃഷ്ടിച്ച് അത് പതിവായി സന്ദർശിക്കുക. ഒരിക്കൽ രചയിതാവ് ജോണിനെ ഫീനിക്സിൽ 3000 ചെറുപ്പക്കാർക്കായി ഒരു പ്രസന്റേഷൻ ചെയ്യാൻ ക്ഷണിച്ചിരുന്നു. പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ ആണ് അദ്ദേഹം അറിഞ്ഞത്, ക്ഷണിച്ച അയാൾ രചയിതാവ് ഒരു പ്രഭാഷണം നടത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പകരം സദസ്സിൽ നിന്ന് 12 നേതാക്കൾ വേദിയിലെത്തി ജോണിന്റെ പുസ്തകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ അവരുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും സംസാരിച്ചു. അവരിൽ ഓരോരുത്തരും അദ്ദേഹത്തിന് ഒരു മെമന്റോ നൽകി. അവരിൽ ഒരാൾ അദ്ദേഹത്തിന് 2 ചിത്രങ്ങളുള്ള മനോഹരമായ ഒരു പെയിന്റിംഗ് നൽകി. ആദ്യത്തെ ചിത്രം ഒരു കുട്ടി ജോണിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നു. മറ്റൊന്ന് മറ്റു മുതിർന്നവരെ പരിശീലിപ്പിക്കുന്ന ഒരു മനുഷ്യനായി വളരുന്നു. ആ അനുഭവം രചയിതാവിനെ ആകർഷിച്ചു. അദ്ദേഹം ആ ദിവസം വളരെ വികാരത്തോടെ പുനർജീവിപ്പിക്കുന്നു. ഈ മെമ്മറി വീണ്ടും സന്ദർശിക്കാൻ തന്റെ ഓഫീസിൽ ആ മെമ്മന്റോസ് രചയിതാവ് സൂക്ഷിച്ചിരുന്നു. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പങ്കിട്ട മെമ്മറി ആളുകളെ ഒന്നിപ്പിക്കുന്നു. രചയിതാവ് ജോൺ മാക്സ്വെൽ പറയുന്നു, തന്റെ 25ാം വിവാഹ വാർഷികത്തിനായി അദ്ദേഹത്തിന്റെ ഭാര്യ മാർഗരറ്റിനൊപ്പം അദ്ദേഹം ഇതുവരെ ആസൂത്രണം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഓർമ്മകളിലൊന്നാണ്. അവരുടെ 30 ചെങ്ങാതിമാരുമായി അവർ ഈ നിമിഷങ്ങൾ പങ്കിടാൻ തീരുമാനിച്ചു. ഒരു വഞ്ചിയിൽ സാന്റിയാഗോ ബേയിലെ എല്ലാവരെയും കൂട്ടി. കപ്പലിൽ അവർ ആഹാരം കഴിച്ചു.
തുടർന്ന് ഫ്രാങ്ക് വാലൻസ് തന്റെ ഗാനങ്ങൾ കൊണ്ട് അവരെ രസിപ്പിച്ചു. അവരുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എന്നാൽ സായാഹ്നത്തിന്റെ ഏറ്റവും അവിസ്മരണീയമായ ഹൈലൈറ്റ് സൃഷ്ടിച്ചത് മാർഗരറ്റും ജോണും ഓരോ വ്യക്തിയെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞപ്പോഴാണ്. എന്തുകൊണ്ട് ആണ് ആ വ്യക്തി അവരുടെ ഹൃദയത്തിൽ അത്തരം ഒരു പ്രത്യേക സ്ഥാനം വഹിച്ചത്? ആ രാത്രി മാർഗരറ്റിനും ജോണിനും മാത്രമല്ല, അതിൽ പങ്കെടുത്ത ഓരോ ആളുകൾക്കും ഒരു മികച്ച സ്മരണം ആയിരുന്നു. രചയിതാവിനെ പോലെ നിങ്ങൾക്കും ഓരോ അനുഭവം അവിസ്മരണീയമാക്കാൻ കഴിയും. ഇത് ഓർമ്മപ്പെടുത്തുന്നതിനായി ഫോട്ടോസ്, ഡയറികൾ എന്നിവ സൃഷ്ടിക്കുക. പോസിറ്റീവ് ഓർമ്മകൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആളുകളെ നിലനിർത്താൻ സഹായിക്കുന്നു, എന്നാൽ നല്ല സമയങ്ങളിൽ പ്രചോദനം നൽകാൻ സഹായിക്കുന്നു. അതിനാൽ ഒരു സ്മരണം സൃഷ്ടിച്ച് അത് പതിവായി സന്ദർശിക്കുക. രചയിതാവ് പറയുന്നു, ഗുണനിലവാരമുള്ള സമയം സൃഷ്ടിക്കാൻ വളരെയധികം സമയം എടുക്കും. നിങ്ങളുടെ കുടുംബവുമായി ഓർമ്മകൾ സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കുക. ഒരു ബീച്ച് ഹോളിഡേ അല്ലെങ്കിൽ കുടുംബ പിക്നിക് നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്ത് അവിസ്മരണീയമാക്കുക. ഇത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ നല്ല ഓർമ്മകൾ സന്തോഷം പകരും. അതിനാൽ ഓർമ്മകൾ സൃഷ്ടിക്കുക, അവ പതിവായി സന്ദർശിക്കുക. അതിനാൽ കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിൽ 4 പ്രധാനപ്പെട്ട പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 25 Ways to Win with People എന്ന ആകർഷകമായ പുസ്തകത്തിന്റെ മറ്റുള്ള ആശയങ്ങളുമായി നമ്മൾക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ഈ പുസ്തകത്തിന്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്ത് അറിയിക്കുക നിങ്ങൾ എങ്ങനെ സുഹൃത്തുക്കളെയും ആളുകളെയും വിജയിച്ചു. ഷെയർ ചെയ്യൂ ഈ അമേസിംഗ് ടിപ്സ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം. അവരും ജീവിതത്തിൽ വിജയിക്കട്ടെ. നന്ദി.